ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളർ തിയറി ആണ്. ഐ എം ഫെബിൻ, ലീഡ് ഫാക്കൽറ്റി അറ്റ് തിങ്ക്. കളർ തിയറിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രൈമറി കളേഴ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് നമുക്ക് നോക്കാം. സോ റെഡ്, യെല്ലോ, ബ്ലൂ, ഈ 3 കളേഴ്സാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ കളേഴ്സിനെ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? റെഡ്, ബ്ലൂ, യെല്ലോ. ഓക്കെ, ഈ കളേഴ്സ് നമുക്ക് ഒരിക്കലും മറ്റ് കളേഴ്സ് വെച്ച് മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കളർ വീലിലുള്ള എല്ലാ കളേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കളേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ കളേഴ്സിനെ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. ഓക്കെ, ഞാനിവിടെ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഈ 3 കളേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് 3 കളേഴ്സിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെയിം ഡിസ്റ്റൻസ് ആണ്, ഒരു ട്രയാഡിക് ഫോർമാറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ട്രയാഡിക് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിൽ 3 കളേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രയാഡിക് കളേഴ്സ് എന്ന് വിളിക്കുക. സോ പ്രൈമറി കളേഴ്സ് ഒരു ട്രയാഡിക് സെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡറി കളേഴ്സ് ആണ്. എന്താണ് സെക്കൻഡറി കളേഴ്സ്? 2 പ്രൈമറി കളേഴ്സ്, എനി 2 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളേഴ്സിനെയാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, 2 പ്രൈമറി കളേഴ്സാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് യെല്ലോ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ എമൗണ്ടിൽ ഞാൻ ബ്ലൂ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന കളറാണ് സെക്കൻഡറി കളർ. ഇപ്പം എനിക്കിവിടെ ഗ്രീൻ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഗ്രീൻ ഒരു സെക്കൻഡറി കളറാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റ് കളേഴ്സ് നമുക്ക് മിക്സ് ചെയ്യാം. റെഡും യെല്ലോയും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? റെഡും അതുപോലെ തന്നെ സെയിം എമൗണ്ടിൽ യെല്ലോയും മിക്സ് ചെയ്യുമ്പോൾ റെഡ് ആൻഡ് യെല്ലോ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറാണ് ഓറഞ്ച്. ഓക്കെ, സോ ഓറഞ്ച് അഗെയിൻ ഒരു സെക്കൻഡറി കളറാണ്. ഓക്കെ, ഇനി ഒരു മിക്സിങ്ങും കൂടെ ബാക്കിയുണ്ട്. നമ്മളിവിടെ റെഡും അതുപോലെ തന്നെ ബ്ലൂ മിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ റെഡിൻ്റെ കൂടെ ബ്ലൂ മിക്സ് ചെയ്യുമ്പോൾ ഏത് കളറായിരിക്കും കിട്ടുന്നത്? റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പേർപ്പിൾ കളറാണ് കിട്ടുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ 6 കളേഴ്സ് വീൽ എന്ന് പറയുന്നത്. ഇതിൽ പ്രൈമറി കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി കളേഴ്സും ഉണ്ട്. റെഡ്, യെല്ലോ, ബ്ലൂ, ഈ 3 കളേഴ്സിൻ്റെ ട്രയാഡിക് സെറ്റിനെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓറഞ്ച്, പർപ്പിൾ, ഗ്രീൻ, ഈ 3 കളേഴ്സിൻ്റെ ട്രയാഡിക് സെറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത നമുക്ക് ടെർഷ്യറി കളേഴ്സ് നോക്കാം. ഇവിടെ ഈ കളേഴ്സിൻ്റെ ഇടയിലായിട്ട് ഓരോരോ ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടെർഷ്യറി കളേഴ്സിനെ ഇൻ്റർമീഡിയറ്റ് കളേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. സോ എന്താണ് ടെർഷ്യറി കളേഴ്സ് അഥവാ ഇൻ്റർമീഡിയറ്റ് കളേഴ്സ്? ഒരു പ്രൈമറി കളറും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി കളറും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറിനെയാണ് ടെർഷ്യറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ റെഡ് ഉണ്ട് ആൻഡ് ഓൾസോ പർപ്പിൾ ഉണ്ട്. ഇപ്പോൾ റെഡ് ഒരു പ്രൈമറി കളറാണ്, അറ്റ് ദ സെയിം ടൈം പർപ്പിൾ ഒരു സെക്കൻഡറി കളറാണ്. ഈ 2 കളേഴ്സും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറിനെയാണ് നമ്മൾ ടെർഷ്യറി കളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റെഡ് പ്ലസ് പർപ്പിൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് പർപ്പിൾ എന്ന് പറയുന്ന ഒരു കളറാണ് കിട്ടുന്നത്. റെഡ് പർപ്പിൾ. ഓക്കെ, നമ്മൾ പ്രൈമറിയുടെ പേരാണ് ആദ്യം പറയാം, ദെൻ സെക്കൻഡറിയുടെ പേര് പറയണം. സോ റെഡ് പർപ്പിൾ. ഓക്കെ, അതുപോലെ തന്നെ റെഡ് എന്ന് പറയുന്ന പ്രൈമറിനെ നമുക്ക് ഓറഞ്ച് എന്ന് പറയുന്ന സെക്കൻഡറി ആയിട്ടും മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ റെഡിനെ ഓറഞ്ചിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് റെഡ് ഓറഞ്ച്. ഓക്കെ, സോ റെഡ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് ഓറഞ്ചും റെഡും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇനി
ബാക്കി പ്രൈമറി കളേഴ്സിനെ കൂടെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്ലൂ ഉണ്ട്. ബ്ലൂവിനെ നമുക്ക് ഗ്രീനിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. സോ നമുക്ക് ബ്ലൂ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കിട്ടുക. നോക്കാം. ബ്ലൂ ഗ്രീൻ കളറിൻ്റെ ഷെയ്ഡ്സ് ആണ്, ഡിഫറെൻറ്റ് വേരിയൻസ് ആണ് നമ്മുടെ സയാൻ, അതുപോലെ തന്നെ ടർക്യൂസ് കളറൊക്കെ. യെസ്. ഇവിടെ നമുക്ക് ബ്ലൂ പ്ലസ് ഗ്രീൻ, ബ്ലൂ ഗ്രീൻ ഷെയ്ഡാണ് കിട്ടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഗ്രീനിൻ്റെ കൂടെ, ഗ്രീൻ എന്ന് പറയുന്ന പ്രൈമറിയുടെ കൂടെ, ഗ്രീൻ എന്ന് പറയുന്ന സെക്കൻഡറിയുടെ കൂടെ യെല്ലോ എന്ന് പറയുന്ന പ്രൈമറി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെർഷ്യറി കളർ കൂടെ കിട്ടും. ദാറ്റ് ഈസ് യെല്ലോ ഗ്രീൻ. നമുക്ക് യെല്ലോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കിട്ടുന്നത്. ഇനി 2 മിക്സിങ്ങും കൂടെ ബാക്കിയുണ്ട്. യെസ്, പർപ്പിൾ ആൻഡ് ബ്ലൂ. ഓക്കെ. സോ പർപ്പിളിൻ്റെ കൂടെ ബ്ലൂ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ പർപ്പിൾ എന്ന് പറയുന്ന ഷെയ്ഡാണ് കിട്ടുന്നത്. ദിസ് ഈസ് ബ്ലൂ പർപ്പിൾ. ഓക്കെ. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ കൂടെ യെല്ലോ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ഓറഞ്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ് കിട്ടുന്നത്. ഓക്കെ. ദിസ് ഈസ് യെല്ലോ ഓറഞ്ച്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ 12 കളർ വീൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ ടോട്ടൽ 6 കളേഴ്സാണ് വരുന്നത്. ഇതിൽ 3 പ്രൈമറീസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. ഇത്രയും കളേഴ്സ് പ്രൈമറി കളേഴ്സാണ്. ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ട്രയാഡിക് ആണ്. ആൻഡ് 3 സെക്കൻഡറി വരുന്നുണ്ട്. പേർപ്പിൾ, ഗ്രീൻ ആൻഡ് ഓറഞ്ച്. ഇതും ഇക്വിഡിസ്റ്റൻ്റ് ആണ്, ട്രയാഡിക് കളേഴ്സാണ്. ദെൻ അതിനിടയിൽ വരുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന കളേഴ്സാണ് ടെർഷ്യറി കളേഴ്സ്. സോ റെഡ് എന്ന് പറയുന്ന പ്രൈമറീനെ പർപ്പിളിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ റെഡ് പർപ്പിൾ, ഓറഞ്ചിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ റെഡ് ഓറഞ്ച്. ബ്ലൂ എന്ന് പറയുന്ന പ്രൈമറിയുടെ മിക്സിംഗ് ആണ്, പർപ്പിളിൻ്റെ മിക്സിംഗ് ആണ് ബ്ലൂ പർപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൂവിനെ ഗ്രീനിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ബ്ലൂ ഗ്രീൻ. ഓക്കെ. അഗെയിൻ യെല്ലോ എന്ന് പറയുന്ന പ്രൈമറിനെ നമ്മൾ ഗ്രീനിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ഗ്രീൻ കിട്ടും. അതുപോലെ തന്നെ യെല്ലോ ഓറഞ്ച്. ഇത്രയാണ് 12 കളർ വീൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ കളർ വീൽ. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കളർ സ്കീംസ് ആണ്. അതായത് നമ്മൾ കളേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസിനാണ് കളർ സ്കീംസ് എന്ന് പറയാം. സോ ഈ കളർ വീലിനെ നമുക്ക് ആദ്യം തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കളർ വീലിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര വാം ആയിട്ടുള്ള ലൗഡായിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. അതായത് പെട്ടെന്ന് എടുത്ത് നിൽക്കുന്ന ഭയങ്കര ലൗഡർ ആയിട്ടുള്ള കളേഴ്സാണ്. നേരെ മറിച്ച് ഒരു ഹാഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള, ഭയങ്കര കൂളായിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. സോ ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് കളർ ടെമ്പറേച്ചർ എന്ന് പറയും. കളർ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കളർ വീലിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഞാനിവിടെ ഇതിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഇങ്ങനെയാണ് ആ ഡിവിഷൻ വരുന്നത്. ഓക്കെ. 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് പർപ്പിൾ, റെഡ് ഓറഞ്ച്, ഓറഞ്ച്, യെല്ലോ ഓറഞ്ച്, യെല്ലോ. ഇത്രയും കളേഴ്സിനാണ് നമ്മൾ വാം കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ യെല്ലോ ഗ്രീൻ, ബ്ലൂ പർപ്പിൾ. ഇത്രയും കളേഴ്സിനാണ് നമ്മൾ കൂൾ കളേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ കളർ ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് കളർ വീലിനെ ഈക്വലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. സോ നമുക്കിനി മറ്റ് കളർ ക്രൈറ്റീരിയാസിലേക്ക്, കളർ സ്കീംസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കളർ ടെർമിനോളജി നോക്കാം. ഓക്കെ. നമ്മൾ പൊതുവെ കളർ തിയറിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഹ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഹ്യൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അനദർ നെയിം ഫോർ കളർ. ഓക്കെ. അതായത് കളറിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹ്യൂ. ഓക്കെ. ഇപ്പോൾ റെഡ് ഈസ് എ ഹ്യൂ, യെല്ലോ ഈസ് എ ഹ്യൂ. സോ ബേസിക്കലി ഒരു കളറിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത് കളർ തിയറിയിൽ. ഓക്കെ. സോ ഇവിടെ ഞാനൊരു ഹ്യൂ എടുക്കുന്നുണ്ട്. യെസ്. ഇപ്പം ഞാൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. ഞാൻ എൻ്റെ ഹ്യൂ ആയിട്ട് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഹ്യൂ. ഓക്കെ. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടിൻറ്റ് എന്നുള്ള വേർഡാണ്. ഓക്കെ. സോ എന്താണ് ടിൻറ്റ്? ഒരു കളറിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറിനെയാണ് എന്ത് പറയുന്നത്? ടിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു കളറിൻ്റെ ബ്ലൂവിൻ്റെ ടിൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ബ്ലൂ പ്ലസ് വൈറ്റ്. ഓക്കെ. സോ നമ്മൾ ടിൻറ്റ് കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടിൻറ്റ് കൂടുതൽ കൊടുക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അർത്ഥം വൈറ്റിൻ്റെ അഡീഷൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലൂ എന്ന് പറയുന്ന ഒരു ഹ്യൂവിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ടിൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ. ഞാൻ ബ്ലൂവിലേക്ക് കുറച്ച്
വൈറ്റ് ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഉള്ളിലേക്ക് വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനെയാണ് ബ്ലൂവിൻ്റെ ടിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടോണാണ്. ടോൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്രേ ആഡ് ചെയ്യുന്നതിനാണ് ടോൺ എന്ന് പറയാം. ഇപ്പോൾ ബ്ലൂവിൻ്റെ ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണൽ വാല്യൂസ് അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ ടോൺസ് എന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ വൈറ്റിൻ്റെ അഡീഷൻസ് ആണ്. ബേസിക്കലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഗ്രേ. സോ ഗ്രേ ആഡ് ചെയ്യുന്നതിനാണ് ടോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ബ്ലൂവിലേക്ക് വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്യുവാണ്. ഓക്കെ, യെസ്, ഈ ഒരു കളറാണ് ബ്ലൂവിൻ്റെ ടോൺ. ഇവിടെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് വിസിബിൾ ആയിരിക്കും. വൈറ്റും ബ്ലാക്കും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി എ കളർ പ്ലസ് ഗ്രേ ഗീവ്സ് ഇറ്റ്സ് ടോൺ. ഓക്കെ, ഇനി അടുത്തത് ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ടേമാണ്. ഒരു കളറിലേക്ക് ബ്ലാക്ക് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷെയ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ സെയിം ഹ്യൂവിലേക്ക് തന്നെ നമ്മുടെ ബ്ലൂവിലേക്ക് ചെറിയ എമൗണ്ടിൽ ബ്ലാക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തത് ബ്ലാക്കും വൈറ്റും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് മീൻസ് അഡീഷൻ ഓഫ് ഗ്രേ ആയിരുന്നു ടോൺ കിട്ടിയത്. ഇപ്പം ഞാൻ ബ്ലാക്ക് മാത്രമാണ് ബ്ലൂ എന്ന് പറയുന്ന ഹ്യൂവിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് കിട്ടിയതാണ് ബ്ലൂവിൻ്റെ ഷെയ്ഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഷെയ്ഡ് ഓഫ് ബ്ലൂ. നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് ഇതിൽ കിട്ടും. നമ്മൾ ആഡ് ചെയ്യുന്ന ബ്ലാക്കിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് പല പല ഷെയ്ഡ്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ടിൻസും നമ്മൾ ആഡ് ചെയ്യുന്ന വൈറ്റിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ട് പല ടിൻറ്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഇതാണ് ഹ്യൂ, ടിൻറ്റ്, ടോൺ ആൻഡ് ഷെയ്ഡ്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ എന്താണെന്ന് നോക്കാം. വാല്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ലൈറ്റ്നെസ് ആൻഡ് ഡാർക്ക്നെസ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ പറയാറുണ്ട് ലൈറ്റ് റെഡ്, ഡാർക്ക് റെഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് റെഡ് ആണ്. അതായത് വാല്യൂസ് ഓഫ് റെഡ് എന്ന് പറയുമ്പോൾ റെഡിൻ്റെ ടിൻറ്റുകളാവാം, റെഡ് ഷെയ്ഡ്സ് ഒക്കെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഏതെങ്കിലും ഒരു കളറിൻ്റെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ആദ്യം ഗ്രീൻ ആണ് എടുക്കുന്നത് എൻ്റെ ബേസിക് കളറായിട്ട്. ഞാനിവിടെ ഗ്രീൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഗ്രീൻ കളറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അതിലേക്ക് വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറിലേക്ക് വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയി. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യുന്ന വൈറ്റിന് വേരിയേഷൻസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പല വാല്യൂവിലുള്ള ഗ്രീൻ കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ ടിൻറ്റ് കുറച്ചുകൂടെ കൂട്ടുകയാണ്, വിച്ച് മീൻസ് വൈറ്റിൻ്റെ എമൗണ്ട് ഞാൻ കൂട്ടുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കളറാണ് കിട്ടുന്നത്, ഈ ഒരു ടിൻറ്റാണ് കിട്ടുന്നത്. ഇനി അഗെയിൻ വൈറ്റിൻ്റെ എമൗണ്ട് കൂട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്രീനാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. ഈ സെയിം പ്രോസസ്സ് നമുക്ക് ഷെയ്ഡ്സും ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഗ്രീനിൻ്റെ കൂടെ ചെറുതായിട്ട് ബ്ലാക്ക് ആഡ് ചെയ്യുവാണ്. ഓക്കെ, ചെറിയ എമൗണ്ടിൽ ഗ്രീനിൻ്റെ കൂടെ ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ കുറച്ചുകൂടെ ബ്ലാക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഗ്രീൻ ആണ്. അപ്പോൾ ഇതിനാണ് വാല്യൂ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഞാൻ പല രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രോപ്പറായിട്ട് നമ്മൾ ടിൻറ്റ് ടു ഷെയ്ഡ് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ വാല്യൂ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് കളർ സ്കീംസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അക്രോമാറ്റിക് കളർ സ്കീമാണ്. ഓക്കെ, സോ ആ ഒരു ടേമിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ, ക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, കളർലെസ് എന്നുള്ള മീനിങ് ആണ് അക്രോമാറ്റിക് എന്നുള്ള വേർഡിന് വരുന്നത്. ഓക്കെ, കളർലെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ കളർലെസ് മൂവി എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലേ. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കളർ സ്കീമാണ് അക്രോമാറ്റിക് കളേഴ്സ് എന്ന് പറയുന്നത്. അതായത്
വൈറ്റ് ടു ബ്ലാക്ക്. വൈറ്റ് ടു ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റ് വരും, ടിൻസ് ഓഫ് ഗ്രേ വരും, പിന്നെ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ വരും, ടിൽ ബ്ലാക്ക്. ഈ ഒരു ഷെയ്ഡ്സിനാണ് നമ്മൾ അക്രോമാറ്റിക് കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് ഗ്രേ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്യുവർ ബ്ലാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കളർ സ്കീമാണ് അക്രോമാറ്റിക് കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കളർ സ്കീം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്, ബട്ട് ഫ്രം വൈറ്റ് ടു ബ്ലാക്ക്. ഓക്കെ, ഇതാണ് അക്രോമാറ്റിക് കളർ സ്കീം. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോണോക്രോമാറ്റിക് കളർ സ്കീമാണ്. മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ മോണോ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണ്? സിംഗിൾ, അല്ലേ? സോ മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കളർ ബേസ് ചെയ്തിട്ടുള്ള കളർ സ്കീമാണ്. അതായത് ഒരു കളറിൻ്റെ ടിൻസ്, ഷെയ്ഡ്സ്, ടോൺസ്, ഇതിനാണ് മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ റെഡ് എടുത്തിട്ടുണ്ട്. സോ റെഡ് എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പ്യുവർ ഹ്യൂ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് റെഡിൻ്റെ. പിന്നെ അതിലേക്ക് നമ്മൾ വൈറ്റിൻ്റെ അഡീഷൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ടിൻറ്റ് ക്രിയേറ്റ് ആവും, അല്ലേ? ഞാൻ ചെറുതായിട്ട് വൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ടിൻറ്റ് ക്രിയേറ്റ് ആവും. അഗെയിൻ വൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് വേരിയൻറ്റ് ക്രിയേറ്റ് ആയി. വീണ്ടും വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഷെയ്ഡ് ക്രിയേറ്റ് ആവും, ടിൻറ്റ് ക്രിയേറ്റ് ആവും. ദെൻ ഇത് ലൈറ്റർ വേർഷൻ. ഓക്കെ, ഇതേ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാർക്കർ വേർഷൻസും ചെയ്യാൻ പറ്റും, ഷെയ്ഡ്സ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് ഒരു പൊടിക്ക് നമ്മൾ റെഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റെഡിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടും. ഓക്കെ, ഞാൻ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോണാണ് റെഡിൻ്റെ. ദെൻ അഗെയിൻ റെഡിലേക്ക് നമ്മൾ ബ്ലാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗോട്ട് എ ഷെയ്ഡ് ഓഫ് റെഡ്. ഓക്കെ, ഇതാണ് മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അനലോഗസ് കളർ സ്കീം. അനലോഗസ് കളർ സ്കീം എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ വരച്ച കളർ വീൽ എടുക്കാം. കളർ വീലിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന 3 കളേഴ്സിനെയാണ് അനലോഗസ് കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ റെഡ് പർപ്പിൾ അനലോഗസ് കളർ സെറ്റാണ്. ഓർ യെല്ലോ ഓറഞ്ച്, യെല്ലോ ഗ്രീൻ, അതല്ലെങ്കിൽ ഗ്രീൻ ബ്ലൂ. ഓക്കെ, ഇതുപോലെ അഡ്ജസൻ്റ് ആയിട്ട് കളർ വീലിൽ വരുന്ന 3 കളേഴ്സിനെയാണ് നമ്മൾ അനലോഗസ് കളേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു അനലോഗസ് കളർ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഗ്രീൻ ആണ് എടുക്കുന്നത്. ഇവിടെ ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ യെല്ലോ ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്യുവർ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അനലോഗസ് കളർ സ്കീം എന്ന് പറയുന്നത്. ഗ്രീൻ ആൻഡ് യെല്ലോ. ഓക്കെ, അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കളേഴ്സാണ് കളർ വീലിൽ. ഇതുപോലെ നമുക്ക് 12 സെറ്റ് ഓഫ് അനലോഗസ് കളേഴ്സ് നമുക്ക് കളർ വീലിൽ പോസിബിൾ ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്താണെന്ന് നോക്കാം. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കളർ വീലിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 2 കളേഴ്സിനാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ കളർ വീലിൽ ഏറ്റവും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളർ പെയർ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ യെല്ലോ ആയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് പർപ്പിൾ ആയിരിക്കും. ബ്ലൂ ആയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് ഓറഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ മാക്സിമം കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആയിട്ട് കളർ വീലിൽ വരുന്ന കളേഴ്സിനെയാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ആൻഡ് റെഡ്. ഓക്കെ, ഗ്രീനും റെഡും ഒരു കോംപ്ലിമെൻ്ററി പെയറിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഗ്രീൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കളറ് റെഡാണ്. തിരിച്ചും ഇതുപോലത്തെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സിനാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ മഞ്ചിൻ്റെ പാക്കറ്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ? മഞ്ചിൻ്റെ പാക്കറ്റ് വരുന്നത് യെല്ലോ ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിലാണ്.
ആ ഒരു കളർ സ്കീം അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം ആ ഒരു പേരിന് കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കോംപ്ലിമെൻ്ററി കളേഴ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കളേഴ്സിനും പ്രോപ്പർ ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് കിട്ടും. ഓക്കെ. സോ ഇതുപോലെ ഓരോ ക്രൈറ്റീരിയാസിനും ഓരോരോ റീസൺ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഡിസൈനിൽ നമുക്ക് മോണോക്രോമാറ്റിക് യൂസ് ചെയ്യണോ അനലോഗസ് യൂസ് ചെയ്യണോ, ഓരോരോ റീസൺ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് വേണമെങ്കിൽ നമുക്ക് അനലോഗസ് കളേഴ്സ് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ മിനിമൽ ഷെയ്ഡ്സ് ആണ് വേണ്ടതെങ്കിൽ, മിനിമലിസ്റ്റിക് ഫീലാണ് വേണ്ടതെങ്കിൽ നമുക്ക് മോണോക്രോമാറ്റിക് കളേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് കളർ സ്കീംസും വരുന്നുണ്ട്. അടുത്ത കളർ സ്കീം എന്ന് പറയുന്നത് ട്രയാഡിക് കളേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്രയാഡിക് കളേഴ്സ് എന്ന് പറയുന്നത്. കളർ വീലിൽ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കളേഴ്സിനെയാണ് നമ്മൾ ട്രയാഡിക് കളേഴ്സ് എന്ന് പറയുക. 3 കളേഴ്സ്, അതായത് നമ്മുടെ പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള ബ്ലൂ, യെല്ലോ, റെഡ് എന്തായിരുന്നു, ട്രയാഡിക് കളേഴ്സ് ആണ്. ഈക്വൽ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കളേഴ്സിനെയാണ് നമ്മൾ ട്രയാഡിക് കളേഴ്സ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി കളേഴ്സ് എന്താണ്, ട്രയാഡിക് കളേഴ്സ് ആണ്. ഓറഞ്ച്, ഗ്രീൻ ആൻഡ് പേർപ്പിൾ. ഓക്കെ. അതുപോലെ തന്നെ യെല്ലോ, ഗ്രീൻ, റെഡ്, ഓറഞ്ച് ആൻഡ് ബ്ലൂ, പർപ്പിൾ ട്രയാഡിക് കളർ സെറ്റാണ്. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാം കളേഴ്സ്, കൂൾ കളേഴ്സ്. അത് കൂടാതെ ഒരു കളർ സ്കീമും കൂടെ വരുന്നുണ്ട്. ഓക്കെ. സോ ഏതൊക്കെയായിരുന്നു വാം കളേഴ്സ്? റെഡ് ഒരു വാം കളർ ആയിരുന്നു. ഓക്കെ. വേറെ ഏതൊക്കെ വാം കളേഴ്സാണ് നമുക്ക് മൈൻഡിൽ വരുന്നത്? റെഡ്, റെഡ് ഓറഞ്ച്, ഓറഞ്ച് അല്ലേ? ഇതെല്ലാം വാം ആയിട്ടുള്ള കളേഴ്സാണ്, വാമർ കളേഴ്സാണ്. ഓക്കെ. യെല്ലോ വരുന്നുണ്ട്, യെല്ലോ ഓറഞ്ച്, റെഡ്, റെഡ് പർപ്പിൾ, ഇതെല്ലാം വാം കളേഴ്സാണ്. ഓക്കെ. ഇനി കൂൾ കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂ ഒരു കൂൾ കളർ ഷെയ്ഡാണ്. ഓക്കെ. ബ്ലൂ ഗ്രീൻ ഒരു കൂൾ കളർ ഷെയ്ഡാണ്. ഓൾസോ ഗ്രീൻ ഒരു കൂൾ കളർ ഷെയ്ഡാണ്. ഓക്കെ. പർപ്പിൾ ഒരു കൂൾ കളർ ഷെയ്ഡാണ്. ഓക്കെ. ഇനി ഇതൊന്നും അല്ലാതെ, വാമും കൂളും അല്ലാതെ വരുന്ന കളേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ കളേഴ്സ്. ഓക്കെ. ഇതെല്ലാം കൂൾ കളർ ഷെയ്ഡ്സ് ആണ്. ഇത് വാം കളർ ഷെയ്ഡ്സ് ആണ്. രണ്ടിൻ്റെ മിഡിലായിട്ട് വരുന്ന നെയ്തർ വാം നോർ കൂളായിട്ട് വരുന്ന കളേഴ്സിനെയാണ് നമ്മൾ ന്യൂട്രൽ കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വൈറ്റ് കളർ വീലുള്ള ഒരു കളറല്ല അല്ലേ? അതുപോലെ തന്നെ ബ്ലാക്ക്. ഓക്കെ. പിന്നെ ഗ്രേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ഓക്കെ. ഇതെല്ലാം ന്യൂട്രൽ കളേഴ്സാണ്. ഈ ഒരു ഷെയ്ഡിൽ വരുന്ന കളേഴ്സ്, ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, ഇതെല്ലാം ന്യൂട്രൽ കളേഴ്സാണ്. ഓക്കെ. സോ പൊതുവെ നമ്മൾ ന്യൂട്രൽ കളേഴ്സിനെ ഇമോഷൻലെസ് കളർ എന്നാണ് പറയുക. അതായത് പ്രത്യേകിച്ച് അധികം ഇമോഷൻസ് ഇല്ലാത്ത കളേഴ്സാണ്. നമ്മുടെ ഓരോ കളേഴ്സിനും ഓരോ കളർ ഇമോഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹങ്കർ, അതുപോലെ തന്നെ ആങ്കർ, ലവ്, റൊമാൻസ്, പാഷൻ, ഡേഞ്ചർ, അങ്ങനെ ഒരുപാട് മീനിങ് വരുന്നുണ്ട്. ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാം ആയിട്ടുള്ള കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് വേണമെങ്കിൽ കൂൾ കളേഴ്സിന് വാം കളേഴ്സിന് നമുക്ക് കുറച്ച് ലൗഡർ ആയിട്ടുള്ള കളേഴ്സാണ്. എനർജി, സ്ട്രെങ്ത്, ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളേഴ്സാണ്. കമ്പാരിറ്റീവ്ലി വാമറാണ്. ദെൻ കൂൾ കളേഴ്സ് പൊതുവെ കുറച്ച് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്ലൂ, ഗ്രീൻ, ഈ കളേഴ്സ് എല്ലാം നമ്മളൊരു കാം പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക കൂൾ കളേഴ്സാണ്. ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ, അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ ടിൻറ്റുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ വൈബ്രൻസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും വാം കളേഴ്സാണ് യൂസ് ചെയ്യുക. ബട്ട് രണ്ടിൻ്റെ മിഡിൽ വരുന്ന കളേഴ്സാണ് ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻ ഇല്ലാത്തൊരു കളറാണ് ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേ, അതുപോലെ തന്നെ മറ്റ് ഷെയ്ഡ്സ് എല്ലാം. ബട്ട് പൊതുവേ ബ്ലാക്കിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻറ്റൻസ് മീനിങ് ഉണ്ട്, വൈറ്റിനും ഇൻറ്റൻസ് മീനിങ് ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സിംബലൈസ് ചെയ്യുന്ന ഒരു കളറാണ്. ഒരുപാട് കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. സ്ട്രെങ്ത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളറാണ് ബ്ലാക്ക്. അതുപോലെ തന്നെ സാഡ്നെസ്, മിസ്റ്ററി, അങ്ങനെ ഒരുപാട് മീനിങ് ഉണ്ട്. അൺനോൺ, ഒരുപാട് മീനിങ്സ് വരുന്നുണ്ട്. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്യൂരിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളറാണ് വൈറ്റ്. അതുപോലെ തന്നെ ഇന്നസെൻസ്, പിന്നെ പീസ്, അങ്ങനെ ഒരുപാട് മീനിങ് വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിൽ വരുന്ന കളറാണ് ഗ്രേ.
സോ പൊതുവേ ഗ്രേനെ നമ്മൾ ഇമോഷൻലെസ് കളർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഒരു ഇമോഷണൽ ന്യൂട്രാലിറ്റി തരുന്ന ഒരു കളറാണ് ഗ്രേ എന്ന് പറയുന്നത്. ഓക്കെ, സോ കളർ സൈക്കോളജി ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യുന്നത് ആ കളേഴ്സിൻ്റെ സൈക്കോളജി വെച്ചിട്ടാണ്. ഓരോ കളറും ആ കാണുന്ന ആളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ഒരു ക്ലാസ് റൂം, ഒരു ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ക്ലാസ് റൂം വിത്ത് യെല്ലോ കർട്ടൻസ്, റെഡ് കളർ ഫർണിച്ചേഴ്സ്. ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഒരു സഫക്കേഷൻ ആയിരിക്കും അല്ലേ? ക്ലാസ് റൂംസ് എപ്പോഴും സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം, കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റർ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിലെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബ്ലൂ ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോഫ്റ്റ് പിങ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ബേബി പിങ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ബേബി പിങ്ക് കുറച്ചുകൂടെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കളറാണ്. വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫീൽ തരുന്നൊരു കളറാണ് ബേബി പിങ്ക്. നമ്മുടെ കുട്ടികളുടെ ടോയ്സിനും പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ ആ ഒരു കളർ യൂസ് ചെയ്യാറുണ്ട്. സോ കളർ സൈക്കോളജി ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു ഡിസൈനർ ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കളർ തിയറി എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ലോഗോസ് ആവാം, പോസ്റ്റേഴ്സ് ആവാം, ലേബൽസ് ആവാം. സോ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ, ഒരു കളർ ക്രൈറ്റീരിയ, ഒരു കളർ സ്കീം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മേ ബി കോംപ്ലിമെൻ്ററി കളേഴ്സ് ആവാം, അനലോഗസ് കളേഴ്സ് ആവാം. ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ക്വയറീസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ സി യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.